ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നെന്മാസ്തരങ്ങളിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ വൈകുന്നേരം ഒരു 6 മണിയായപ്പോഴത്തേക്കും പിള്ളേരെ കൊണ്ടൊന്ന് പാർക്കിൽ പോയാലോ എന്ന് വിചാരിച്ചു കേട്ടോ. നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്, ഞാൻ എപ്പോഴും പറയുന്ന പോലെ വെയിലൊക്കെ ആയതുകൊണ്ട് വിചാരിച്ചു ഒന്ന് പാർക്കിലേക്ക് ഇറങ്ങാമെന്ന്. അപ്പം പാർക്കിലെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. താങ്ക് യു. അങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റും, നോക്കത്താ ദൂരത്ത് കണ്ണു നട്ട് അല്ലേ, നോക്കത്താ ദൂരത്ത് കണ്ണു നട്ട് നമ്മൾ വിജനമായ പാർക്ക് ഇങ്ങനെ കിടക്കുകയാണ്. നല്ല വെയിലാണ് കണ്ടോ. ഇന്നിപ്പോൾ ആൾ കുറവാണ് കേട്ടോ. ഇന്നിപ്പോൾ സൺഡേ ആയതുകൊണ്ട് സാധാരണ ആൾക്കാർ വരേണ്ടതാണ്. പക്ഷെ ഇന്ന് ആൾക്കാരൊന്നുമില്ല. കാരണം ഞാൻ പറഞ്ഞില്ല, ഉച്ചവരെ നല്ല വെയിലുണ്ടെങ്കിലും ഈ പറഞ്ഞ ഭയങ്കര കാറ്റും തണുപ്പൊക്കെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ടായിരിക്കാം. മരങ്ങളിലൊക്കെ ഇലകളും ഒക്കെ ചെറുതായിട്ട് പൂത്ത് വരുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ എന്താണ്, പിള്ളേർ അവരുടെ ബൈക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അവർ ഭയങ്കര എൻജോയ് ചെയ്യുവാണ് കേട്ടോ. തണുപ്പുണ്ട് കേട്ടോ. തണുപ്പുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര തീവ്രമായ തണുപ്പൊന്നുമില്ല, നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന തണുപ്പേ ഉള്ളൂ. ഹസ്ബൻഡ് ഇന്ന് നൈറ്റ് കഴിഞ്ഞ് നൈറ്റ് ഓഫാണ്. അപ്പോൾ അതുകൊണ്ട് പുള്ളിയും വന്നു കേട്ടോ പാർക്കിൽ. പുള്ളിക്കൊരു ടൈം പാസ്. എന്തൊരു ഭംഗിയല്ലേ വിജനമായ പാർക്ക് കാണാൻ. നല്ല രസമില്ല, ആരും ഇല്ലാത്തപ്പോൾ പാർക്ക് കാണാൻ നല്ല ഭംഗി. ആൾക്കാരുള്ളപ്പോൾ പാർക്കിൽ ഭയങ്കര തിരക്കും കാര്യങ്ങളുമായിരിക്കും. 2 പ്രാവുകൾ ഇങ്ങനെ കൊത്തി തിന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ലോക്കൽ പ്രാവുകളാണ്. സൈസ് കൂടിയ, ഇച്ചിരി വലിപ്പം കൂടിയ പ്രാവുകളാണ് കേട്ടോ. അത് കണ്ടോ. പിന്നെ നിങ്ങൾക്കൊക്കെ എന്നാ ഉണ്ട് വിശേഷമൊക്കെ? സുഖമായിട്ടിരിക്കുന്നോ? ഇന്നിപ്പോൾ ഒറ്റ മനുഷ്യൻ കാണാനില്ല കേട്ടോ. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് ആൾക്കാരുള്ളതാണ്. ഇന്നിപ്പോൾ നല്ല വെയിലാണേലും ഉണ്ടല്ലോ, ആൾക്കാരും വരുന്നില്ല. ആൾക്കാർ എല്ലാവരും എന്താണ്, ഈ തണുപ്പൊക്കെ ആയതുകൊണ്ടായിരിക്കും പുറത്തിറങ്ങാൻ താല്പര്യമില്ലായ്മയാണ് എല്ലാവർക്കും. സാധാരണ എല്ലാ ദിവസവും എല്ലാവരും പാർക്കിൽ പിള്ളേരെ കൊണ്ടൊക്കെ വരുന്നതാണേ. ഇലകൾ മൊട്ടിട്ട് വരുന്നുണ്ടേ. ഇനിയൊക്കെ കുറച്ച് 2 മാസം കഴിയുമ്പോഴത്തേക്കും ഇത് മുഴുവൻ ഇലകളും പൂക്കളും ഒക്കെ ആയിരിക്കും കേട്ടോ. ഇപ്പം ചെറിയ ഇലകൾ മൊട്ടിട്ട് വരുന്നേ ഉള്ളൂ കേട്ടോ. പിള്ളേർക്കാണേലും ഉണ്ടല്ലോ, വീട്ടിൽ കുറേ നേരം ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും ആർക്കാണേലും ദേഷ്യം അരിച്ചാൽ വരികയല്ലേ. അപ്പം അതൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് പാർക്കിലേക്ക് കൊണ്ടുവന്നു കേട്ടോ. അതൊക്കെ ഭയങ്കര സന്തോഷമാണ്. ഈ ബൈക്കിലൊക്കെ ഇങ്ങനെ ഓടിച്ചോണ്ട് പോകുമ്പോൾ കേട്ടോ. കുറേ കഴിയുമ്പോഴത്തേക്ക് സെറും മടുക്കും. പിന്നെ ബൈക്ക് വലിച്ചുകൊണ്ടുള്ള നടപ്പായിരിക്കും കേട്ടോ. അത് വേറെ കാര്യം. ബൈക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഏത് തരത്തിലുള്ള പൂക്കളും കായ്കളൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഇത് വലിയ പ്രത്യേകിച്ചുള്ള മണമൊന്നുമുള്ള പൂക്കളല്ല, പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതെല്ലാം എന്താണ്, കുറ്റിച്ചെടി പോലെ സൈഡിൽ കൂടെ ഉള്ള ചെടികളാണേ. അത്തരം ഉണ്ടാകുന്ന പൂക്കളാട്ടോ അതൊക്കെ. പിങ്ക് കളറുള്ളൊരു പൂ. ഒരു കുഞ്ഞു കൊമ്പനുണ്ടായ ഒരു ചെറിയ ഇതുണ്ടോ, ഒറ്റ കൊമ്പനുണ്ടായ പൂക്കളാണ് ഇതൊക്കെ. എന്ത് ഭംഗിയുണ്ടല്ലേ കാണാൻ. പ്രത്യേകിച്ച് മണമൊന്നുമില്ല കേട്ടോ, പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ്. കുറേ കഴിയുമ്പോഴത്തേക്ക് ഇതുണ്ടല്ലോ അങ്ങ് വളർന്ന് പന്തലിച്ചങ്ങ് നിൽക്കും. പിന്നെ ഇതിനെക്കൂടെ ചെല്ലുമ്പോഴത്തേക്ക് ഇങ്ങനത്തെ കുറച്ച് തുളിപ്പും ഡാഫഡൽസും ഒക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇത് ഡാഫഡൽസ്. നീലാവിൻ്റെ നീലഭസ്മ കുറിയണിഞ്ഞവളേ, കാതിലോല കമ്മലിട്ട് കുണുങ്ങി നിൽപ്പവളേ. ഒരു പാട്ടൊന്നും പാടിയെന്നുള്ളൂ കേട്ടോ. ഇത് നിലാവൊന്നും അല്ല, നല്ല ഒന്നാം തരം വെയിലാണേ. പിന്നെ അങ്ങ് പാടിയെന്നുള്ളൂ. ഇതാണ്ട് ഫ്ലൈറ്റ് പോകുന്നു. എങ്ങോട്ട് വേണേലും പോകാം നമുക്ക്. ഇന്ന് എന്നാ പറ്റിയെന്ന് അറിയത്തില്ല, ആൾക്കാരും പാർക്കിലില്ല. ഇനിയിപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അതിൻ്റെ പറ്റിയോ, വേറെ ഒരു മനുഷ്യനില്ല കേട്ടോ. വളരെ ചുരുക്കം പേരേ ഉള്ളൂ. എല്ലാവരും വന്ന് പോയി കാണുവേ. കാരണം ഉച്ചയ്ക്ക് നല്ല വെയിലായിരുന്നു, അതുകൊണ്ടായിരിക്കും. ഞങ്ങളാ ലാസ്റ്റ് വണ്ടി കേട്ടോ, ഏറ്റവും ലാസ്റ്റ് വരുന്നവർ. നമ്മളെല്ലാം കൂടെ
ഒരു ഒടിഞ്ഞ വലിയൊരു മരം കിടപ്പുണ്ട്, അത്തെ കയറി എൻജോയ് ചെയ്യുന്നു കേട്ടോ. അച്ചാച്ചൻ ബാല്യകാലത്തിലേക്ക് പോയോ? ബാല്യകാല സ്മരണകൾ. അപ്പോൾ ഞാനിങ്ങനെ ഈ ഒടിഞ്ഞ മരത്തിൻ്റെ സൈഡിൽ ഇങ്ങനെ ചാരി നിൽക്കുക കേട്ടോ, വെയിൽ ആസ്വദിക്കുകയാണ്. ഇന്നലെ ഞാൻ ഒരു വീഡിയോ പറഞ്ഞാൽ വൈറ്റമിൻ ഡി മുഴുവൻ ഞാൻ ആഗീകരണം ചെയ്യണം, ഞാൻ വലിച്ചെടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ നാളെ മറ്റന്നാളും ഡ്യൂട്ടിയാണ്, എന്നെ പിടിച്ചാൽ കിട്ടിയല്ല കേട്ടോ, ഞാൻ തിരക്കായിരിക്കും. ഇനിയിപ്പോൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞായറാഴ്ച വൈകുന്നേരമാണല്ലോ, എല്ലാ ഞായറാഴ്ച വൈകുന്നേരം ഞങ്ങൾ പുറത്തുനിന്ന് ഒരു ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കും കേട്ടോ. കാരണം അന്ന് വരെ ഞങ്ങൾക്ക് കംപ്ലീറ്റ് അടുക്കളയിൽ വർക്ക് ആയതുകൊണ്ട് വൈകുന്നേരത്തെ ഞായറാഴ്ച വൈകുന്നേരം ഞങ്ങൾ അടുക്കള പൂട്ടിക്കെട്ടി താക്കോൽ മാറ്റി വെക്കും കേട്ടോ. അന്ന് രാത്രിക്കത്തെ ഞങ്ങൾ ഫുഡ് പുറത്തുനിന്നാണ് കഴിക്കുന്നത്. അന്ന് ഞങ്ങൾക്കൊരു റെസ്റ്റാണ്, പ്രത്യേകിച്ച് എനിക്കൊരു റെസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പോകുന്ന കാര്യം, ഞാൻ ഇനി നാളെ മറ്റന്നാളൊക്കെ ഭയങ്കര തിരക്കായിരിക്കും, എൻ്റെ അഡ്രസ്സേ ഉണ്ടാകത്തില്ല കേട്ടോ. അങ്ങനെ ഇതിലേക്കൂടെ കുറേ നേരം വടക്കോട്ടും തെക്കോട്ടും ഒക്കെ നടന്ന് കുറേ നേരം ആസ്വദിച്ചു കേട്ടോ. അങ്ങനെ കുറേ വെയിലൊക്കെ ഞാൻ കാർന്ന് നിന്നു. ഇനിയിപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ച് പോവാം കേട്ടോ, മതിയായി. ഇനിയിപ്പോൾ 2-3 ദിവസത്തിന് ശേഷമുള്ളൂ അടുത്ത വരവൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും കാണുക, കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.